ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ശക്തരെ മറിച്ചിട്ട ഭക്തരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ശക്തരെ പോലും മറിച്ചിട്ട ഭക്തർ. ഒന്ന് രണ്ട് വചനങ്ങൾ, ഒന്ന് രണ്ട് സംഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. 1 കൊരിന്തോസ് 1-ാം അധ്യായം 26 മുതൽ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ബുദ്ധിമാന്മാരെ ആരെയും വിളിച്ചില്ല, ബുദ്ധിമാന്മാരെ അല്ല ഞാൻ തിരഞ്ഞെടുത്തത്. നിങ്ങളിൽ ബുദ്ധിമാന്മാരായിട്ടുള്ളവർ എത്ര പേരുണ്ട്? കർത്താവ് ചോദിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുത്തത് സാധാരണക്കാരെ, നിസ്സാരരെ. എന്നിട്ട് അവരെ അഭിഷേകം ചെയ്തു, ജ്ഞാനത്താൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. അവർക്ക് വലിയ വലിയ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാവുന്ന ഒരഭിഷേകം ദൈവം അവർ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ ശക്തരായിട്ടുണ്ടായിരുന്ന വ്യക്തികളെ ഈ ഭക്തരെ അവരെ പരാജയപ്പെടുത്തുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 6:10. ഒരു വശത്ത് നമ്മൾ കാണുകയാണ് പഠിപ്പിസ്റ്റായിട്ടുള്ള കുറേ പേര്, എന്ന് പറഞ്ഞാൽ പണ്ഡിതരായിട്ടുള്ള ഒരുപാട് ഇരുന്ന് പഠിച്ച വ്യക്തികൾ, ബുദ്ധി സാമർഥ്യമുള്ളവർ ഒരു സൈഡിൽ. മറു സൈഡിൽ നമ്മൾ കാണുകയാണ് സ്തെഫാനോസ്. അവനാകപ്പാടെ ഉണ്ടായിരുന്ന എന്താ? അഭിഷേകം. അവന് വലിയ പണ്ഡിതനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ജ്ഞാനത്തിൻ്റെ അഭിഷേകം. പക്ഷെ നമ്മൾ കാണുകയാണ്, വചനം പറയുകയാണ്, അവൻ്റെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ പണ്ഡിതർക്കൊന്നും പറ്റിയില്ല. അവർ ചോദിച്ച സകല ചോദ്യങ്ങൾക്കും അവൻ മറുപടി കൊടുത്തു. പക്ഷെ അവൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്കൊട്ട് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അത് ക്ലാസ് റൂമിലിരുന്ന് പഠിച്ച അറിവല്ല അവനുണ്ടായിരുന്നത്, ദൈവം കൊടുത്ത ജ്ഞാനം. പ്രഭാഷകൻ 34:9-10 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ക്ലാസ് റൂമിലിരുന്ന് പലതും പഠിക്കാം, വിവേകപൂർവ്വം സംസാരിക്കാൻ പറ്റുന്നത് ജ്ഞാനികൾക്കാണ്. അനുഭവജ്ഞാനമുള്ള വ്യക്തികൾക്ക് അത് സാധ്യമാകും. ഇതൊരു സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു സഹോദരൻ പറഞ്ഞാണ്, ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങി, അവിടെ നിന്നും കർത്താവ് എന്നെ വളർത്തി ഇന്ന് ഞാൻ നല്ല നിലയിലെത്തി. എനിക്കതിനുള്ള വലിയ കഴിവുണ്ടായിട്ടോ ഒന്നുമല്ല, ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞത്, ഈ മനോഭാവം കൊണ്ടാണ് ദൈവം ഇതുപോലെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത്. വേറൊരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അവൻ്റെ കാര്യം, അവൻ്റെ മാതാപിതാക്കൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഞങ്ങളൊക്കെ അതിശയിക്കാറുണ്ട്. അവന് ഈ പരീക്ഷയുടെ മാർക്ക് കിട്ടി അവൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങൾ അതിശയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതിനുപരി അവൻ അതിനുമാത്രം വലിയ ബുദ്ധിയോ സാമർഥ്യമോ അല്ലെങ്കിൽ അത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കാണുന്നതല്ലേ. ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, പക്ഷെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അവൻ നടത്തുന്ന ഒരു പ്രാർത്ഥന ഞങ്ങളും കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരുന്ന പരീക്ഷയാണ്, എന്നെ സഹായിക്കണം കർത്താവേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി പരീക്ഷയ്ക്ക് പോകുന്ന ഒരു സ്കൂൾ കുട്ടി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, അവനിങ്ങനെ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവനുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. പല ബൈബിൾ കഥാപാത്രങ്ങളെയും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവർ ഭക്തരായിരുന്നത് കൊണ്ട് ശക്തന്മാരെ മറിച്ചിടാൻ പറ്റി. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇസ്രായേലിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ദൈവഭക്തിയാണ്. അവരെ ശക്തരാക്കിയത് ദൈവത്തോടുള്ള അവരുടെ ഭക്തി. ലൂക്ക 1:50 മുതൽ വായിക്കുമ്പോൾ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഭക്തരുടെ മേൽ ദൈവം കരുണ വർഷിച്ചു, അഹങ്കരിച്ചവരെ ചിതറിച്ചു, ശക്തന്മാരെ മറിച്ചിട്ടു. ഭക്തന്മാർ മറിച്ചിടുന്ന രംഗങ്ങൾ നമുക്ക് ബൈബിളിലും കാണാൻ പറ്റും. നിയമാവർത്തനം 7-ാം അധ്യായം 7-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേൽ മറ്റ് ജനതകളെക്കാൾ ചെറുതായിരുന്നു, എണ്ണത്തിൽ കുറവായിരുന്നു, പക്ഷേ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അവരുടെ ശക്തി. ആർക്കും അവരെ തോൽപ്പിക്കാൻ പറ്റാതെ പോയത്. ഇത് തന്നെ 1 ദിനവൃത്താന്തം 16:19 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ എണ്ണത്തിൽ കുറവും നിസാരരും പരദേശികളുമായിരുന്നപ്പോൾ ആരും അവരെ പീഡിപ്പിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അവരെ താങ്ങി നിർത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നിയമാവർത്തനം 4:7 വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, അവർ വിളിക്കുമ്പോൾ ഇത്രയും അടുത്ത് ദൈവമുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഇവിടെയെല്ലാം നമ്മൾ കാണുക ഇസ്രായേലിൻ്റെ ഭക്തിയായിരുന്നു അവരുടെ ശക്തി എന്ന് പറയാവുന്ന കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കണം, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം ഒരു കാര്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം നിറവേറ്റിയിരിക്കും. അത് ഇസ്രായേൽക്കാരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലേവ്യർ 26 അതിൻ്റെ 3 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നെങ്കിൽ, വ്യവസ്ഥ ഇതാണ്, നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കണം, കൽപ്പനകൾ പാലിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ വരാൻ പോകുന്ന കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദാനം ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾ എൻ്റെ ജനമായിരിക്കും. അങ്ങനെ ദൈവം സ്വന്തമാക്കിയ ഒരു ജനത്തെ ആർക്കും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, നശിപ്പിക്കാൻ പറ്റത്തില്ല, പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങൾ എൻ്റെ ജനമായിരിക്കും. എന്നിട്ട് കർത്താവ് പറയാണ്, യഥാകാലം മഴ, അതുപോലെ തന്നെ വൃക്ഷങ്ങളിൽ ഫലം,
ഭക്ഷണ സമൃദ്ധി, അതുപോലെ നിങ്ങൾക്ക് ഒരു മൃഗശല്യവും ഉണ്ടാകത്തില്ല. ഇതെല്ലാം ദൈവം വാഗ്ദാനം ചെയ്യുന്ന കാണാൻ പറ്റും. നിങ്ങളിൽ 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിക്കും. അതിനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവും. എവിടെ നിന്ന് കിട്ടാ കരുത്ത്? ദൈവത്തിൽ നിന്ന് കിട്ടും. ദൈവം കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്. അതാണ് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുക. പുറപ്പാട് 14 അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ കാണുകയാണ്, ശക്തന്മാരെ മറിച്ചിട്ട ഭക്തര്, ഇസ്രായേൽക്കാരുടെ ദൈവഭക്തി. അവർക്ക് ദൈവം കൊടുത്തൊരു നിർദ്ദേശം, നിങ്ങൾ ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ മാത്രം മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇനി അങ്ങനെ അത് വിശ്വസിച്ച് അവര് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ദൈവം വെള്ളം വലിച്ചു മാറ്റി അവർക്ക് പോകാനുള്ള പാത ഒരുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല അതിനുശേഷം അവരുടെ പിന്നാലെ അവരെ പിന്തുടർന്ന് അവരുടെ ശത്രുക്കളെ വെള്ളത്തിൽ ആഴ്ത്തി നശിപ്പിക്കുന്ന രംഗം. ഇതെല്ലാം പുറപ്പാട് 14 അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. 2 മക്കബായർ 10 അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, യൂദാസ് മക്കബേയുസും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് യുദ്ധം ചെയ്തവരാണ്. അവർക്കെതിരെ വന്ന് തിമോത്തിയോസ് വലിയ കൂലിപ്പടയുമായിട്ട് വന്നവനാണ്. ഇനി അവനെതിരെ ദൈവം ഒരു യുദ്ധ ക്രമീകരണം നടത്തുന്നത് കാണാൻ പറ്റും. കുറച്ചേഴ് നോക്കുമ്പോൾ ആകാശത്തു നിന്നാണ് തിമോത്തിയോസിനെതിരെ ഉള്ള യുദ്ധം നടക്കുക. അവനെ അന്ധാളിപ്പിക്കുകയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ഒപ്പം മക്കബേയുസിന് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രംഗം അധ്യായം വായിച്ചാൽ കാണാൻ പറ്റും. ദൈവം യുദ്ധം ഏറ്റെടുത്താൽ ആ യുദ്ധം ദൈവം വിജയിപ്പിച്ചിരിക്കും എന്നുള്ളത് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ അറിയണം, എന്താണ് യഥാർത്ഥമായ ഭക്തി? നമ്മൾ കൈകൂപ്പുന്നതുകൊണ്ടോ തല കുനിക്കുന്നത് കൊണ്ടോ ഭക്തിയാകില്ല. സുഭാഷിതങ്ങൾ 8:13 അവിടെ പറഞ്ഞിട്ടുണ്ട്, തിന്മയെ വെറുക്കുന്നതാണ് ദൈവഭക്തി. തിന്മയെ വെറുക്കണം. അഹംഭാവം, ഗർവ്, ദുർവചനം, ദുർമാർഗം, അങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെറുക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. അങ്ങനെ ഒരു ഭക്തിയുള്ള ദൈവജനമായിട്ട് നമ്മൾ മാറിയാൽ നമുക്ക് ശക്തരെ പോലും മറിച്ചിടാൻ പറ്റും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.